ഹലോ ഡിയേഴ്സ്, അബേരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഈ കഴിഞ്ഞ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാർ മാത്രമല്ല, തലേന്നത്തെ ഇത്തിരി ചമ്മന്തി ബാക്കിയിരുന്നത് അതും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പയ്ക്ക് രാവിലെ ദോശയും സാമ്പാറും ചമ്മന്തിയും കൂടെ കൊടുത്തു കേട്ടോ. അപ്പോൾ പപ്പ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണേ. പപ്പ കല്യാണത്തിന് വേണ്ടി വന്നതാണേ. അപ്പോൾ അവിടെയും പള്ളിയിൽ പെരുന്നാളായതുകൊണ്ട് അപ്പോൾ ഞായറാഴ്ച കൊടിയിറക്കമാണ്. അപ്പോൾ അന്ന് ലാസ്റ്റ് ദിവസം പെരുന്നാളിൻ്റെ. അപ്പോൾ അന്നത്തേത് ഞായറാഴ്ചത്തേത് കൂടാൻ വേണ്ടിയിട്ട് പപ്പ ശനിയാഴ്ച രാവിലെ പോയതാണ് തിരിച്ചു കേട്ടോ. ഒരു 7 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ വീട്ടിലെത്താനായിട്ട് ബസ്സിൽ പോകുമ്പോൾ. ഇപ്പോൾ നമ്മൾ കാറിൽ പോകുകയാണെങ്കിൽ പോലും നമുക്കൊരു 5-6 മണിക്കൂർ എടുക്കും കേട്ടോ. ഈ സമയത്ത് പോവുകയാണെങ്കിൽ, രാവിലെയൊക്കെ പോവുകയാണെങ്കിൽ അത്ര സമയം എടുക്കത്തില്ല. ഒരു 8 മണിക്ക് ശേഷമൊക്കെ ഇറങ്ങണമെങ്കിൽ, തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 10 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ പപ്പ എത്തിയപ്പോൾ ഒരു 10 മണിക്കൂർ എടുത്തിട്ടാണ് ഇവിടെ എത്താൻ പറ്റിയത്. അങ്ങനെ എന്ത് ചെയ്യും, പപ്പ വീട്ടിൽ പോയി. പിന്നെ ചേട്ടായിക്ക് ഇന്ന് ശനിയാഴ്ച ഡ്യൂട്ടിക്ക് താമസിച്ച് പോയാൽ മതിയിരുന്നുകൊണ്ട് അഭിമോളെ ട്യൂഷനും ഉണ്ടാക്കി. അന്ന് അഭിമോൾക്ക് രാവിലെ ആയിരുന്നു ട്യൂഷൻ. അങ്ങനത്തെ പിന്നെ വൈകിട്ട് ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നേ. ഒരു ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കൊണ്ട് വന്നേനെ. അങ്ങനെ ചേട്ടൻ തന്നെ അത് ചെയ്തതെല്ലാം കേട്ടോ. അത് എന്താ പറയുക, ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ പേസ്റ്റാക്കി തേച്ചിട്ട് പിന്നെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. പിന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തു ഒരു 10 മിനിറ്റ്. എന്നിട്ട് ഗ്രില്ല് ചെയ്തെടുത്തു. പിന്നെ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് സവാളയും എന്താ പറയുക തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റിട്ട് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ടൊമാറ്റോ ജ്യൂസൊക്കെ ഒഴിച്ച് ഗ്രേവിയാക്കി എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ. അപ്പോൾ ചേട്ടയ്ക്ക് ഇങ്ങനത്തെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു. പിന്നെ ഞായറാഴ്ച വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ തിങ്കളാഴ്ച അപ്പൂസിന് സ്കൂൾ ബസ് വരാറായപ്പോൾ ഞാൻ ഇച്ചിരി നേരത്തെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. കുറേ പുല്ലിങ്ങനെ കിളിച്ച് പോകണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പിഴുത് കളയെന്ന് വിചാരിച്ച് ഇറങ്ങിയാണ്. അപ്പോൾ കാണാം നമ്മളിത് ഒരു പീനട്ട് ബട്ടർ കഴിച്ചതിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഞാൻ അത് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് എറിഞ്ഞിട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ പീനട്ട് ബട്ടറിൻ്റെ കുരു അവിടെ കിടന്നുകൊണ്ട് കിളിച്ച് തന്നെയാണ് കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും പാലും എടുത്തു വെച്ചു. പിന്നെ ബാക്കിയുള്ള കുറച്ച് പുല്ലും കൂടെ പിഴുതാണ്ടായിരുന്നു. അപ്പം കുറേയൊക്കെ പിഴുതു. അപ്പോഴേക്കും അപ്പൂസ് എത്തി. പിന്നെ അപ്പൂസിനെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ രാത്രിയിൽ അപ്പൂസിന് ആദ്യമായിട്ട് ഹോംവർക്ക്, അപ്പോൾ ആദ്യമായിട്ട് ഒക്കെയാണ് എഴുതി കൊടുത്ത് വിട്ടേക്കണത്. അപ്പോൾ ട്രേസ് ചെയ്യാനാണുള്ളത്. അപ്പോൾ അവൻ ഇടയ്ക്ക് അതിനകത്ത് കുത്തിവരയ്ക്കാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറേ പിടിച്ച് നോക്കി. അപ്പോൾ അവൻ ഇടയ്ക്കൊരു കുഞ്ഞുകളിയാണ്. പിന്നെ ചേച്ചി കുറച്ച് നേരം അത് പിടിച്ച് എഴുതി നോക്കി. അപ്പോഴും അവനൊരു കുറുമ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൈ പിടിച്ച് എഴുതി നോക്കി. അപ്പോഴാണ് ആ മര്യാദയ്ക്കൊന്നും കൈ വെച്ചൊന്നും എഴുതാനൊരു മനസ്സ് കാണിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ മീൻ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഉപ്പും മഞ്ഞളിടാണ്ട് കുറച്ച് നേരം വെള്ളത്തിൽ വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ആ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കറിവേപ്പിലയ്ക്കും നമ്മുടെ പച്ചമുളകിനും ഒക്കെ കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടോ. അത് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെയും മീൻ വെള്ളത്തിൽ ഇട്ടുന്നത്. അങ്ങനെ ചുമ്മാ എന്നൊരു വെറൈറ്റിക്ക് ഞാൻ കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് മീൻകറി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഏത് ഇവിടുത്തെ സ്റ്റൈലൊന്നും എനിക്കറിയില്ല. ചുമ്മാ ഒരു രസം തോന്നിയിട്ട് ഞാൻ പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ടാണ് കേട്ടോ. എന്തായാലും കറിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ രാത്രിയിൽ മീൻ കറിയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കറിയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉച്ചക്കത്തെ കിഴങ്ങ് ഉലത്തിയതുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു കറിയുടെ. പിന്നെ വെളുത്തുള്ളി അച്ചാറും ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ചോറ് ഉച്ചത്തേക്ക് വരെ മാത്രമേ രാവിലെ വെച്ചുള്ളായിരുന്നു. കാരണം രാവിലെ എണീക്കാൻ താമസിച്ചു പോയത് കാരണം ഉച്ചവരത്തേക്കുള്ള മാത്രം കുറച്ച് ചോറ് കുക്കറിലിട്ട് വിസിലടിച്ച് ഉണ്ടാക്കിയതായിരുന്നു. അതുകൊണ്ട് വൈകിട്ടത്തേക്ക് ചോറ് വേറെ ഇടാമെന്ന് വിചാരിച്ചു. കാരണം പിറ്റേ ദിവസം, അതായത് ഇന്ന് ചൊവ്വാഴ്ച രാവിലെ ചേട്ടയ്ക്ക് 7 മണിക്കായിരുന്നു ഡ്യൂട്ടി. അപ്പോൾ തലേന്ന് ചോറ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഇത്തിരി താമസിച്ച് പോയാലും ടെൻഷൻ എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചൊവ്വാഴ്ചത്തേക്ക് കൂടുതലുള്ള ചോറും കൂടെ തിങ്കളാഴ്ച വൈകിട്ട് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ മീൻകറി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും ഓലത്തിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് മുറിയൊക്കെ ഒന്ന് അടിച്ചു വരട്ട് കുരിശ് വരയ്ക്കായിരുന്നു കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. Thank you for watching.